നമസ്കാരം. ഏതൊരു മനുഷ്യരുടെയും ആഗ്രഹം അല്ലെങ്കിൽ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് സ്വന്തമായ ഒരു ഭവനം, സ്വന്തം ഗൃഹം എന്നത് ഏതൊരു മനുഷ്യൻ്റെ വികാരമാണ്. ആ ഗൃഹത്തിൽ സന്തോഷത്തോടുകൂടി കഴിയുക എന്നതും ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. വാസ്തു സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അടിക്കടി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യം, പ്രശ്നങ്ങൾ, വഴക്ക്, കലഹം തുടങ്ങിയ പല വിധേനയുള്ള കാര്യങ്ങളും ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്ന രീതിയിലേക്ക് മാറിയേക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ കുടുംബത്തിന് ഭംഗം വരുന്ന, അതായത് കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ ഭംഗം വരുന്ന തരത്തിൽ ചില പ്രവൃത്തികൾ നമ്മുടെ കയ്യിൽ നിന്ന് പോലും ചിലപ്പോൾ സംഭവിച്ചു പോയേക്കാം. എന്ന് വെച്ചാൽ ഒരു ഗൃഹം നിർമ്മിക്കുമ്പോൾ നമ്മൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകും, പല വിധത്തിലുള്ള അലങ്കാര വസ്തുക്കൾ അവിടെ വെക്കണമെന്നത്. അത് ശരിയാണ്. പക്ഷേ കണ്ണിന് ഇമ്പമുള്ളതിനായാൽ തന്നെ നമ്മളത് കടയിൽ നിന്ന് വാങ്ങിച്ചു വെക്കുമ്പോൾ അതിന് പിന്നിലുണ്ടാകുന്ന ആ ഒരു വശങ്ങൾ, അത് നെഗറ്റീവാണോ പോസിറ്റീവ് വശമാണോ എന്നത് മനസ്സിലാക്കുന്നില്ല. നമ്മുടെ കണ്ണിന് ആനന്ദം നൽകുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെയായിരിക്കും ചിലപ്പോൾ ചില വസ്തുക്കൾ നമ്മൾ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ആ ഒരു വസ്തു തന്നെ മതിയാകും നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള ബാധ്യതകളും പ്രശ്നങ്ങളും കൊണ്ടുവരുന്നതിന് കാരണമായി മാറുന്നത്. ഏതോ ഒരു സിനിമയിലില്ലേ, ഒരു പ്രതിമ ഭവനത്തിൽ കൊണ്ടുവന്ന് വയ്ക്കുകയും ആ പ്രതിമ നിമിത്തം പിന്നീട് പല പല ബുദ്ധിമുട്ടുകളിലേക്ക് ആ കുടുംബം ചെന്നെത്തിപ്പെടുന്നത്. അതുപോലെ തന്നെ അതിനെ ഒരു തമാശയെ നമ്മൾ കാണുകയും അല്ലെങ്കിൽ ചിരിച്ചു തള്ളുകയും ചെയ്തു. അങ്ങനെ അല്ല വേണ്ടുന്നത്. ചില വസ്തുക്കൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഭവനത്തിലേക്ക് അല്ലെങ്കിൽ ഭവനത്തിൻ്റെ അലങ്കാരത്തിനായി കൊണ്ടുവയ്ക്കുന്ന ചില വസ്തുക്കളായിരിക്കും നമ്മുടെ ആ ഭവനത്തിൽ ഉണ്ടാകുന്ന കലഹം, നെഗറ്റീവ് എനർജികൾ അല്ലെങ്കിൽ കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്കൊക്കെയും കാരണമായി മാറുന്നത്. അങ്ങനെ നമ്മുടെ ഭവനത്തിൽ വയ്ക്കാൻ പാടില്ലാത്തതായ ചില വസ്തുക്കളുണ്ട്. അവയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുകയും ഇതൊന്നും നിങ്ങളുടെ ഭവനത്തിലേക്ക് കയറ്റാതിരിക്കാനുമായി ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ആ വസ്തുക്കൾ ഏതൊക്കെയെന്ന് പറഞ്ഞു തരാം. ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായി ശ്രമിക്കുക. ചിത്രങ്ങളും വിഗ്രഹങ്ങളും ചെടികളും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. ഇതൊക്കെ ഭവനത്തിന് അലങ്കാരമാണ്. എങ്കിൽ പോലും ചില വസ്തുക്കൾ നമ്മൾ ഭവനത്തിൽ കൊണ്ടുവരാനോ വയ്ക്കുവാനോ പാടുള്ളതല്ല എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. അതിൽ പാടില്ലാത്ത വസ്തുക്കളെക്കുറിച്ച് ഓരോന്നായി നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. അതിൽ ആദ്യത്തേതായിട്ട് പറയുന്നത് തകർന്ന ക്ലോക്കുകളാണ്. ക്ലോക്കുകൾ സമയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയെയാണ് ആ സമയം കൊണ്ട് സൂചിപ്പിക്കുന്നത്. സമയം എത്രത്തോളം വിലപ്പെട്ടതാണ്, നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും തിരികെ കിട്ടാത്ത ഒരു കാര്യമാണ് സമയമെന്നത്. അപ്പോൾ ഇവിടെ തകർന്ന ക്ലോക്ക് അല്ലെങ്കിൽ ചില വലിയ വില കൊടുത്ത് വാങ്ങിയതായിരിക്കും, ഏതെങ്കിലും വിധത്തിൽ അതൊന്നും പൊട്ടിക്കഴിഞ്ഞാൽ അത് പിന്നീട് മാറ്റാനുള്ള മനപ്രയാസം നിമിത്തം ആ ക്ലോക്ക് ചിലപ്പോൾ ഭിത്തിയിൽ തന്നെ വയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ ബാറ്ററി ഇല്ലാതെ പ്രവർത്തനം നിലച്ച രീതിയിലും വയ്ക്കാറുണ്ട്. ഒരിക്കലും ഇങ്ങനെ ചെയ്യാനായി പാടുള്ളതല്ല. ഇങ്ങനെ വെക്കുന്നത് നിമിത്തം ഭവനത്തിൽ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ കാരണമാകുന്നത്. കൂടാതെ അത് കൂടുതലൊക്കെ ബാധിച്ച് വരുന്നത് മുതിർന്നവരെക്കാൾ കൂടുതൽ കുട്ടികളിലായിരിക്കും. ആ കുട്ടികളിലാണ് അടിക്കടി അസുഖങ്ങൾ ഉണ്ടാകുകയും ആ അസുഖങ്ങൾ നിമിത്തം മുതിർന്നവർ കൂടി വലയാനും വിഷമിക്കാനും കാരണമായി ഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തകർന്ന ക്ലോക്കുകൾ, കേടായ ക്ലോക്കുകൾ അല്ലെങ്കിൽ പ്രവർത്തനരഹിതമായിരിക്കുന്ന ക്ലോക്കുകളൊക്കെയും എത്രയും പെട്ടെന്ന് ആ മുറിയിൽ നിന്ന് മാറ്റേണ്ടത്, ആ ഭവനത്തിൽ നിന്ന് തന്നെ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമത്തെ വസ്തു ഒരു സസ്യമാണ്, മുൾച്ചെടി. അതായത് മുൾച്ചെടികൾ ഒരിക്കലും ഭവനത്തിൽ വയ്ക്കാൻ പാടുള്ളതല്ല. മുള്ളുള്ള വസ്തുക്കൾ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മുടെ കൈ അതിൽ ചെന്ന് തട്ടിയാൽ രക്തം വരുന്നവയാണ് മുൾച്ചെടികൾ. അവയെ ഒരിക്കലും ഭവനത്തിൽ വയ്ക്കാൻ പാടുള്ളതല്ല. അതുപോലെ ഒടിക്കുമ്പോൾ പാല് വരുന്ന തരത്തിലുള്ള ചെടികളും വയ്ക്കാൻ പാടില്ല. കണ്ണിനിമ്പം നൽകുന്നതാണ് അല്ലെങ്കിൽ അട്രാക്ഷൻ നൽകുന്നതാണെന്ന് കരുതിയാണ് ചില വസ്തുക്കൾ കൊണ്ടുവയ്ക്കുന്നത്. അതിന് പിന്നിലുള്ള ശാസ്ത്രീയ വശങ്ങളെ പറ്റി ആരും ചിലപ്പോൾ ചിന്തിച്ചു പോലും നോക്കാറില്ല. അല്ലെങ്കിൽ ഒരു തമാശയായി തള്ളിക്കളയാറുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, മുൾച്ചെടികൾ ഒന്നും തന്നെ ഭവനത്തിൽ വയ്ക്കാൻ പാടില്ല. ഇത് നെഗറ്റീവ് എനർജിയാണ്. മുള്ളുള്ള ഒരു വസ്തുവിന് നമ്മൾ ഓടിച്ചെന്ന് തലോടാനോ പിടിക്കുവാനോ സാധ്യമാകുകയില്ല. എന്നതുപോലെ തന്നെയാണ് നമ്മളുടെ ഭവനത്തിലേക്ക് നെഗറ്റീവായിട്ടുള്ള ഊർജ്ജം പ്രവേശിക്കും ഈ ചെടികൾ നിമിത്തം. അതുകൊണ്ട് തന്നെ ഈ മുൾച്ചെടികൾ ഭവനത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തേതായി പറയാനുള്ളത് ഉണങ്ങിയ സസ്യങ്ങളാണ്. അതായത് വീട്ടുപരിസരത്തായാലും വീടിനകത്ത് ചില വീടുകളിലേക്ക് ചെടികൾ വീടിനകത്ത് വെക്കാറുണ്ട്. അതിനെ കൃത്യമായ രീതിയിൽ പരിപാലിക്കാതെ വരുമ്പോൾ അത് ഉണങ്ങിപ്പോകാറുണ്ട്. ചിലപ്പോൾ അത് ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഒരിക്കലും അങ്ങനെ ചെടി പരിപാലിക്കണമെന്നുണ്ടെങ്കിൽ മുള്ളുള്ള ചെടികൾ കൊണ്ടുവയ്ക്കാതിരിക്കുക. നല്ല മുള്ളില്ലാത്ത ചെടികൾ വെക്കുമ്പോഴും അതിനെ പരിപാലിക്കാനുള്ളൊരു മനസ്സ്, അതിന് കൃത്യമായി വെള്ളം ഒക്കെ കൊടുക്കാനുള്ളൊരു മനസ്സുകൂടി നമ്മൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം നമ്മൾക്കുണ്ടെങ്കിൽ മാത്രമേ അത് കൊണ്ടുവന്ന് വയ്ക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് കരിഞ്ഞ് ഉണങ്ങി നശിച്ചു പോകുന്നത് പോലെ തന്നെ നമ്മുടെ കുടുംബവും
അധപ്പതിച്ച് പോകുന്നതിന് കാരണമാകും. ചെറിയൊരു കാര്യത്തിൽ, അതായത് നമ്മളൊരു ചെടി കൊണ്ടുവയ്ക്കുന്ന ആ ഒരു ചെടിയിൽ നിന്നാണ് ഈ ഒരു അധപ്പതനത്തിലേക്ക്, കുടുംബത്തിൻ്റെ നാശത്തിലേക്കും പോകുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. അതുകൊണ്ട് തന്നെ ചെടികളകത്തേക്ക്, വീടിനകത്തായാലും പുറത്തായാലും വെക്കുന്നത് തെറ്റെന്നല്ല, അത് കൃത്യമായി പരിപാലിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ കതക് തുറന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വാടിയ ഒരു ചെടിയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ജീവിതം അതുപോലെ തന്നെ വാടിപ്പോവും, നശിച്ചു പോവും എന്നതിൻ്റെ സൂചന കൂടിയാണ് അതുകൊണ്ട് ഇത് തെളിയിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിന് ചുറ്റും പരിസരത്ത് ചെടികൾ വളർത്തുന്ന ആളുകളാണെങ്കിൽ കരിഞ്ഞതോ ഉണങ്ങിയതോ വാടിയതോ അഴുകി നിൽക്കുന്നതോ ആയ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ വേഗം അത് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നാളെ തന്നെ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ചുറ്റുപാടും ഒന്ന് നോക്കി, ചെടികളൊക്കെ ഉള്ളവർ, ഇതൊക്കെ മുൾച്ചെടികളാണെങ്കിൽ അതിനെ അകറ്റി മാറ്റുക. അതോടൊപ്പം തന്നെ ഉണങ്ങിയതും വാടിയതും ഒക്കെ ആയിട്ടുള്ള ചെടികൾ പിഴുതു മാറ്റി നല്ല പച്ചിലപ്പാർന്ന ചെടികൾ വെച്ച് പിടിപ്പിക്കാനും ശ്രമിക്കുക. അടുത്തത് പഴയ കലണ്ടറാണ്. ചില വീടുകളിലുണ്ടല്ലോ പഴയ കലണ്ടറുകൾ അതുപോലെ സൂക്ഷിച്ച് വെക്കും. കാരണം പാലിൻ്റെ കണക്കായാലും അല്ലെങ്കിൽ പലചരക്ക് സാധനങ്ങളുടെ ഇങ്ങനെ കണക്കുകൾ കലണ്ടറിലാണ് എഴുതി വെക്കുന്നത്. അപ്പോൾ വർഷങ്ങൾ പിന്നിട്ട് കഴിയുമ്പോഴും പുതിയ കലണ്ടറുകൾ വന്ന് ആ ഒരു ആണിയിൽ വീഴുന്നതിനനുസരിച്ച് പഴയ കലണ്ടറുകൾ അതിൻ്റെ അടിയിലായി ഇങ്ങനെ കിടക്കാറുണ്ട്. ഒരിക്കലും പഴയ കലണ്ടറുകൾ സൂക്ഷിച്ച് വെക്കാറില്ല. വെക്കുവാൻ പാടുള്ളതല്ല. ചില വീടുകളിൽ കലണ്ടർ കീറി പോയിട്ടുണ്ടെങ്കിൽ പോലും അത് എന്തെങ്കിലുമൊക്കെ വെച്ച് പശകളാൽ ഒട്ടിച്ച് വെച്ച് വീണ്ടും തൂക്കിയിടാറുണ്ട്. ചിലപ്പോൾ 2000-ലെ കലണ്ടറുകൾ വരെ ചില വീടുകളിൽ വെച്ചിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ വെക്കാൻ പാടില്ല. ആയുസ്സ് ദോഷം വരുന്നതിന് ഇത് കാരണമായി ഭവിക്കും. ഈ ചെറിയ കാര്യം തന്നെ നിങ്ങളുടെ ആയുസ്സിന് ബാധിക്കും, അല്ലെങ്കിൽ ആയുസ്സിന് ദോഷം, അല്ലെങ്കിൽ ആയുസ്സിന് ഭംഗം, കോട്ടം, ഇതൊക്കെയും വരുത്തുമെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പഴയ കലണ്ടറുകൾ കഴിവതും ഒഴിവാക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആവശ്യം 2025 എന്ന ഈ ഒരു വർഷത്തിൻ്റെ കലണ്ടറാണ്. അതിന് അതിന് മുന്നേ ഉള്ള കഴിഞ്ഞുപോയ വർഷത്തിൻ്റെ കലണ്ടറുകൾ ഒന്നും സൂക്ഷിക്കാതിരിക്കുക. പ്രത്യേകിച്ച് കലണ്ടറിൻ്റെ സൈഡുകളിലൊക്കെ ഓരോ പ്രധാന കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു പേപ്പറിലോട്ട് ആക്കുക, അല്ലെങ്കിൽ 2025 കലണ്ടറിൻ്റെ സൈഡിലോട്ട്. അത് കലണ്ടറിൽ എഴുതിയിട്ടാൽ മാത്രമേ ഓർമ്മയിൽ നിൽക്കൂ, അല്ലെങ്കിൽ സംതൃപ്തി ഉണ്ടാവൂ എന്നൊക്കെയുള്ള ചില ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ ഈ ഒരു കലണ്ടറിൽ തിരിച്ചു മാറ്റി 2025 കലണ്ടറിൽ എഴുതി വെക്കുക, മറ്റേത് ഉപേക്ഷിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ആയുസ്സിന് തന്നെ ഇത് ദോഷം വരുത്തുന്നതാണ്. അതേപോലെ തന്നെ തകർന്ന വസ്തുക്കൾ എന്തെങ്കിലും ഭവനത്തിലുണ്ടെങ്കിൽ വേഗം തന്നെ അത് ഒഴിവാക്കുക. ചില വസ്തുക്കൾ നല്ല വില കൂടിയവയായിരുന്നു വാങ്ങിച്ചപ്പോൾ, പക്ഷേ അറിയാതെ കയ്യിൽ നിന്ന് നിലത്ത് വീണ് സൈഡ് ഉടഞ്ഞു പൊട്ടി, അല്ലെങ്കിൽ അത് കളയാനുള്ള വിഷമം കാരണം അതൊരു വീടിൻ്റെ മൂലയ്ക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ കിടക്കുന്ന മുറിയുടെ സൈഡിലായിരിക്കും വെച്ചിരിക്കുന്നത്. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും കാണുന്നില്ല, തകർന്ന വിഗ്രഹമാണ്. അത് ദുശകുനം എന്ന് തന്നെയാണ് ഇത് പറയുന്നത്. കാരണം നല്ലൊരു ശകുനമല്ല. ആ തകർച്ച ദിനം പ്രതി നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകാൻ പോകുന്നതോ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതോ ആയ നാശത്തിനും തകർച്ചയ്ക്കും ഒക്കെ ഒരു സൂചനയാണ് നൽകുന്നത്. അതുകൊണ്ട് വേഗം തന്നെ തകർന്ന വിഗ്രഹങ്ങളോ കീറിയ ചിത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വീടിൽ നിന്നും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി പന്നി, കഴുത, പാമ്പ്, കഴുകൻ, വവ്വാൽ, പ്രാവ്, കാക്ക എന്നിവയുടെ ചിത്രങ്ങളോ പ്രതിമകളോ വീട്ടിലുണ്ടെങ്കിൽ അതും വേഗം ഒഴിവാക്കേണ്ടതാണ്. അതും നെഗറ്റീവ് ഊർജത്തിനും ഭവനത്തിലുള്ള ആളുകൾക്ക് അംഗഭംഗങ്ങൾ, അതായത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ, വീണ് ഒടിവുകൾ, ചതവുകളൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ കാരണമായി ഭവിച്ചേക്കാം. ചില ആളുകളുണ്ട് വിദേശത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഇങ്ങനെയുള്ള വസ്തുക്കളുടെ സ്റ്റാച്യു പോലെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കും. അട്രാക്ഷനാണ്, കണ്ണിനിമ്പമാണ് എന്നൊക്കെ കരുതി. പക്ഷേ അതിന് പിന്നിൽ അടങ്ങിയിരിക്കുന്ന ഈ ഒരു വസ്തുക്കളൊന്നും ആരും മനസ്സിലാക്കുന്നതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി ഭവനത്തിൽ നിന്ന് ഇത് ഒഴിവാക്കേണ്ടത് നമ്മുടെ മുന്നോട്ടുള്ള സന്തോഷകരമായ ജീവിതത്തിന് ഏറെ ഉത്തമമാണ്. അതായത് അടുത്തത് തകർന്ന കണ്ണാടി. ചില വീടുകളിൽ കണ്ണാടിയൊക്കെ പൊട്ടിയത്, അത് മുഖം വീണ്ടും നോക്കാറുണ്ട്, അതും ഒഴിവാക്കുക. പൊട്ടിയ കണ്ണാടി ഒരിക്കലും നമ്മൾ നമ്മുടെ മുഖം ദർശിക്കാൻ പാടുള്ളതല്ല, ഒരിക്കലും അത് പാടില്ല. നിങ്ങളത് വേഗം ഒഴിവാക്കേണ്ടതാണ്. വേറെ കണ്ണാടി വാങ്ങിക്കാൻ വലിയ വിലയൊന്നും ഉള്ള ഒരു സമൂഹത്തിലല്ലല്ലോ. എത്ര ഒരു കണ്ണാടിക്ക് വലിയ വിലയൊന്നും ആകുന്നില്ല. പിന്നെ വാൽക്കണ്ണാടി വളരെ വില കൊടുത്തതാണെങ്കിൽ പോലും വാങ്ങിച്ചത് അറിയാതെ നിലത്ത് വീണ് പൊട്ടിയിട്ടുണ്ടെങ്കിലും അത് വീണ്ടും ഉപയോഗിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതം മുരടിച്ച് നശിച്ചു പോകുന്നതിന് ആ ഒരു കണ്ണാടി, ആ പൊട്ടിയ കണ്ണാടി നിമിത്തമാകും. അതുകൊണ്ട് തന്നെ തകർന്ന കണ്ണാടി, പൊട്ടിയ വിഗ്രഹങ്ങൾ, ചിത്രങ്ങൾ, ഇതൊക്കെയും വേഗം തന്നെ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഒഴിവാക്കുക. അടുത്തതായി നഗ്നത, മുങ്ങുന്ന ബോട്ട്, പഴങ്ങളോ അല്ലെങ്കിൽ പൂക്കളോ ഒന്നുമില്ലാതെ വാടി നിൽക്കുന്ന മരം, അക്രമം എന്നിവ, അതായത് നമുക്ക് മുറിഞ്ഞ് ചോരയൊലിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ, ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ചിത്രങ്ങളും ഭവനത്തിൽ വയ്ക്കുവാനായി പാടുള്ളതല്ല. ഇതൊക്കെയും നമ്മളുടെ ആ ഭവനത്തിനെ ഒരു നെഗറ്റീവ് അന്തരീക്ഷമാക്കി മാറ്റുന്നതിന് കാരണമാകുകയും നെഗറ്റീവ് അന്തരീക്ഷത്തിൽ വസിക്കുന്ന വേളയിൽ നമ്മളിലേക്ക് പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ മഹാലക്ഷ്മി കടാക്ഷം എത്തപ്പെടുകയില്ല. ഇതൊക്കെ കൂടുതൽ ബാധിക്കുക നിങ്ങളുടെ ഭവനത്തിലുള്ള 5 വയസ്സിന് 12 വയസ്സിന് താഴെയുള്ള കുട്ടികളിലായിരിക്കും. അവർക്ക് അടിക്കടി അസുഖങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അവർക്ക് രാത്രിയിൽ
ഉറങ്ങിക്കിടക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടി ഉണരുക തുടങ്ങിയ പല കാര്യങ്ങളിലേക്ക് ഇതൊക്കെ നയിക്കും. അപ്പോൾ അടിക്കടി അസുഖങ്ങൾ, ആശുപത്രിവാസം എല്ലാ കുഞ്ഞുങ്ങൾക്കും പെട്ടെന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ പറയും കുട്ടികൾക്കുണ്ടാകുന്നതല്ലേ, കൊച്ചുങ്ങളായ അങ്ങനെയൊക്കെയാന്ന് പറയുമ്പോഴും നമ്മുടെ ഭവനത്തിൽ ചില തെറ്റുകൾ നമ്മളറിയാതെ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി. ഇതൊക്കെ എവിടെന്നെങ്കിലും കേൾക്കുമ്പോൾ ഒരു ചെവി കൂടി കേട്ട് മറ്റേ ചെവി കൂടെ കളയാതിരിക്കാനും ശ്രമിക്കുക. മനസ്സിലാക്കുക നമ്മുടെ ഭവനത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് കണ്ണോടിച്ച് നോക്കുക. ആ റൂമിൽ ഇരിക്കുമ്പോൾ തന്നെ ചുറ്റും ഒന്ന് കണ്ണോടിച്ച് ഇതൊക്കെ ഇല്ല എന്നൊന്ന് ഉറപ്പ് വരുത്താൻ കൂടി നിങ്ങൾ ഏവരും ശ്രമിക്കേണ്ടതാണ്. നന്ദി.